LPG ടാങ്കർ ടോൾ ബൂത്തിലേക്ക് ഇടിച്ചു കയറിയതിന് പിന്നാലെ വൻ സ്ഫോടനം നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഉത്തർപ്രദേശ് കഴിഞ്ഞയാഴ്ച ഉണ്ടായ LPG ടാങ്കർ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നിയന്ത്രണം വിട്ട് ടാങ്കർ ടോൾ ബൂത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ടാങ്കർ ഇടിച്ചതിന് പിന്നാലെ ഉണ്ടായ തീപിടുത്തത്തിൽ 4 പേരാണ് മരിച്ചത്. ജൂൺ 26 രാവിലെ 6:40 കൗശാംബിയിലെ ടോൾ ബൂത്തിലായിരുന്നു അപകടം. 2 LPG ടാങ്കറുകളാണ് ഒരേ സമയം ടോൾ ബൂത്തിലേക്ക് എത്തിയത്. ഇതിൽ ഒരു ടാങ്കറാണ് നിയന്ത്രണം വിട്ട് ടോൾ ബൂത്തിന് സമീപത്തെ ഡിവൈഡറുകളിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിന് പിന്നാലെ ടാങ്കറിൽ നിന്നും പാചകവാതകം ചോരുകയും വലിയ സ്ഫോടന ശബ്ദത്തോടെ തീ ആളിപ്പടരുകയുമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രദേശത്ത് വൻ തീഗോളം ഉയർന്നു. കിലോമീറ്ററുകളോളം കനത്ത പുകയും പടർന്നു. ഏകദേശം 2 കിലോമീറ്റർ അകലെ നിന്ന് വരെ തീഗോളം കണ്ടിരുന്നതായാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. അപകടത്തിൽപ്പെട്ട ടാങ്കറിന്റെ ഡ്രൈവർ ധർമ്മേന്ദ്ര ദുബെ, ടോൾ പ്ലാസ ജീവനക്കാരൻ അലോക് എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ടോൾ പ്ലാസയിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ ജീവനക്കാർക്കും ഗുരുതരമായി പൊള്ളലേറ്റു. ഇവരിൽ 2 പേർ ചികിത്സയിലിരിക്കെ മരിച്ചു. അതേസമയം രാജ്യത്ത് അടുത്തിടെയായി അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 15 പേരാണ് സംഭവത്തിൽ മരണപ്പെട്ടത്. അതിൽ 4 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഒളിവിൽ പോയ 2 പേരെ കണ്ടെത്താനായി അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് അറിയിച്ചു. കോച്ചിംഗ് സെന്റർ ഉൾപ്പെടുന്ന കെട്ടിടത്തിലെ മറ്റ് സ്ഥാപനങ്ങളുടെ ഉടമകളും നടത്തിപ്പുകാരുമാണ് അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നത്. BNS 105, 125 തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കെട്ടിടത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് മറ്റുള്ളവരുടെ പങ്ക് പോലീസ് പരിശോധിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച SIT ആണ് കേസ് അന്വേഷണം നടത്തുന്നത്. 7 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ SITക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ലക്നൌവിലെ അലിഗഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ആനിമേഷൻ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. പാർപ്പിട ആവശ്യങ്ങൾക്ക് അംഗീകാരം നൽകിയിരുന്ന കെട്ടിടം 2014 വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതു സംബന്ധിച്ച് നടപടിയെടുക്കാത്ത 16ഓളം ഉദ്യോഗസ്ഥരുടെ പട്ടിക അന്വേഷണ സംഘം തയ്യാറാക്കി. കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗെയിം സോൺ, ഷോറൂമുകൾ എന്നിവ ഉൾപ്പെടെ ഷോപ്പിംഗ് കോംപ്ലക്സിനാണ് തീപിടിച്ചത്. കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ച തീപിടുത്തം പെട്ടെന്ന് കെട്ടിടമാകെ വ്യാപിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലർ 1ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും 16നും 25നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ്. ശ്വാസതടസ്സം മൂലമാണ് ഭൂരിഭാഗം പേർക്കും ജീവൻ നഷ്ടമായത്. പരിക്കേറ്റ 6 വിദ്യാർത്ഥികളെ ലക്നൌവിലെ KGMC ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ലക്നൌവിലെ അലിഗഞ്ചിൽ 3 നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട ദുരന്തത്തിന് കാരണം ഗുരുതര വീഴ്ചകളെന്നും കണ്ടെത്തിയിരുന്നു. 2016 പൊളിക്കാൻ ഉത്തരവിട്ട കെട്ടിടം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയായിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീപിടുത്തമുണ്ടായ കെട്ടിടം പൊളിച്ചു നീക്കാനും ഉത്തരവിട്ടു. ലക്നൌ വികസന അതോറിറ്റിയാണ് നോട്ടീസ് നൽകിയത്. പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുമതിയെടുത്ത കെട്ടിടമാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. അപകടത്തിന് പിന്നാലെ സർക്കാർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര ചട്ടലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 2014 പാർപ്പിട ആവശ്യങ്ങൾക്കായി ഈ കെട്ടിടത്തിന് അനുമതി എടുത്തത്. എന്നാൽ പിന്നീട് ഈ കെട്ടിടം നിയമവിരുദ്ധമായി വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരികയായിരുന്നു. 2014 കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണം കണ്ടെത്തിയ ലക്നൌ വികസന അതോറിറ്റി കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടു. എന്നാൽ വെറും 2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഉത്തരവ് ദുരൂഹ സാഹചര്യത്തിൽ പിൻവലിക്കപ്പെട്ടു. കെട്ടിടത്തിൽ നിലവിൽ പ്രവർത്തിച്ചിരുന്ന ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും പെറ്റ് ഷോപ്പും ചട്ടങ്ങൾ ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ സ്ഥാപനങ്ങളുടെ ഉടമകളായ രാമകൃഷ്ണ ഉപാധ്യായ, സുരേഷ് കുമാർ സാഹു, തുഷോ കൃഷ്ണ ജയ്സ്വാൾ, കെട്ടിട ഉടമയായ വീരേന്ദ്ര പ്രസാദ് ശുക്ല എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ 2 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതിനു പുറമെ കൃത്യവിലോപം നടത്തിയ 4 ഉദ്യോഗസ്ഥരെ ഉടൻ സസ്പെൻഡ് ചെയ്യാനും സർക്കാർ ഉത്തരവിട്ടു. അനധികൃതമായി പ്രവർത്തിക്കാൻ ഒത്താശ ചെയ്ത എഞ്ചിനീയർമാർ ഉൾപ്പെടെ 16 പേർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം പട്ടിക തയ്യാറാക്കി വരികയാണ്. തിങ്കളാഴ്ച 3 മണിയോടെയാണ് അലിഗഞ്ചിലെ ഉഷ മേത്ത മാർഗിലുള്ള 3 നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. AC ഡക്റ്റിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. 15 പേർ കൊല്ലപ്പെട്ട അപകടത്തിൽ 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത്. പുക നിറഞ്ഞതിനെ തുടർന്ന് ശ്വാസം മുട്ടിയതാണ് മരണസംഖ്യ ഉയരാൻ കാരണമായതെന്നും കെട്ടിടത്തിൽ കൃത്യമായ എക്സിറ്റ് റൂട്ടുകൾ ഇല്ലാതിരുന്നതിനാൽ ഉള്ളിൽ കുടുങ്ങിയവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.